ഷാനവാസിനെ പേടിച്ചു നിൽക്കുകയാണ് അപ്പാനി. എന്താ കാര്യം? നമ്മൾ ആരും കാണാത്ത ഒരു സംഭവം ലൈവിലും നടന്നിട്ടുണ്ട്. അത് പുറത്ത് വന്നിട്ടില്ല. അതിനും മാത്രം അപ്പാനി ഇന്നത്തെ എപ്പിസോഡിൽ പേടിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. കാരണം ഷാനവാസിന് അത്ര അധികം ഒരു കേസ് ഷാനവാസ് പറയുന്നുണ്ട്. നിന്റെ ഒരു കേസുണ്ട്, അത് ഓപ്പോസിറ്റ് നിന്റെ വൈഫ് നിൽക്കുന്നത് കൊണ്ട്, നിനക്കൊരു കുടുംബം ഉള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പാനി അത് ക്വസ്റ്റ്യൻ ചെയ്യാനോ എന്താണെന്ന് ചോദിക്കാനോ ഒന്നും പോകുന്നില്ല. കാരണം അപ്പാനിക്ക് അറിയാം, ചോദിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. ഇതിന് ബിൻസിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും സംഭവമാണോ എന്നുള്ളത് സംശയമാണ്. പക്ഷെ ഈ ഒരൊറ്റ പിടിവള്ളി ഷാനവാസിന്റെ കയ്യിലുണ്ടെങ്കിൽ അപ്പാനി തീരും. കാരണം അപ്പാനി ഇന്ന് നിങ്ങളത് കാണുമായിരുന്നു. ആ സാധനം ഷാനവാസിന്റെ പിറകെ നടന്ന് കാല് പിടിച്ച് മാപ്പ് പറയും കണക്കാണ്. എന്താ പറയാനാ? ഗെയിം കളിക്കാൻ എന്താ സംസാരിക്കാൻ വരാത്ത ഒരു തകർന്നടിഞ്ഞ കണക്ക്. അതിനും മാത്രം എന്തോ ഒരു വിഷയം അവിടെ വന്നിട്ടുണ്ട്. നോമിനേഷൻ ആയിരുന്നു ഇന്ന്. 9 പേര് നോമിനേറ്റഡ് ആയി. നോമിനേറ്റഡ് ആവാത്തവർക്കും പണി കിട്ടും. അതുപോലെ തന്നെ വീട് ഇപ്പൊ 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞിരിക്കുകയാണ്. ഷാനവാസ്, ഒനീല്, അഭിശ്രീ, നെവിൻ ഇവരിത്രയും ഒരു ഗ്രൂപ്പായിട്ട് മാറി. മെയിൻ റീസൺ അപ്പാനിയുടെ കമ്മിറ്റിക്കെതിരെയുള്ള പോരാട്ടമാണ്. ഇവർ കമ്മിറ്റി കൂടി വീട്ടുകാരെ മൊത്തം വിറപ്പിച്ച് വീട്ടുകാരെല്ലാം കൂടെ വേറൊരു ഗ്രൂപ്പായിട്ട് മാറി. അതാണ് ഷാനവാസ്, ഒനീല്, അഭിശ്രീ, നെവിൻ. ഇതിൻ്റെ തലവൻ ഷാനവാസ് ആണ്. പിന്നെ അതിന് എന്തും ചെയ്യാൻ നിൽക്കുന്ന മന്ത്രി അഭിശ്രീ ഉണ്ട്, ഒനീലും ഉണ്ട്. നെവിൻ ഇപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്ത മെമ്പറും. ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരൊക്കെയാ? അക്ബർ, അപ്പാനി ഇവരുടെ ടീമിലേക്ക് പുതിയ അംഗങ്ങൾ വന്നിട്ടുണ്ട്. സരിക ഇവരുടെ ടീമിലേക്ക് റീസെൻ്റ്ലി ജോയിൻ ചെയ്തു. അവർ ചിരിക്കാൻ വേണ്ടിയുള്ള ഗ്രൂപ്പാണെന്നേ എന്നാണ് സരിക പറയുന്നത്. ബിന്നി ജോയിൻ ചെയ്തു. ആ കൊച്ചിൻ്റെ കഷ്ടകാലം നന്നായിട്ട് ഗെയിം കളിക്കുന്ന കൊച്ചായിരുന്നു. ആര്യൻ അവിടെ നിൽക്കുന്നുണ്ട്, ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി പെൺപടകളുടെ ഒരു ടീമുണ്ട്, പക്ഷെ അത്ര ഉറച്ച ടീമല്ല. ഷാരിക, അനിമോള് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ഒക്കെ ചെയ്യുമെങ്കിലും ഒരു പടയാണ്. ആദില നൂറ, ഷൈത്യ, ജിസേൽ ഒന്നിലും പെടൂല. ജിസേലും റനയും റന ഇതിനകത്തുണ്ട്. അക്ബറിന്റെ അപ്പാനിടാൻ കൊടുത്ത് റനയുണ്ട്. പക്ഷെ ജിസേൽ ഒരിടത്തും അങ്ങനെ വലിയ രീതിക്ക് ചേരത്തില്ല. അവിടെയും കൂടും, ഇവിടെയും കൂടും, മറ്റിടത്തും കൂടും. എന്നാൽ താൻ തന്നെ അവിടുത്തെ ഓൾ ഇൻ ഓൾ എന്നുള്ള ഒരു രീതിയിൽ ഗ്രൂപ്പുകൾ ഇങ്ങനെ പലതായിട്ട് മാറിയിട്ടുണ്ട്. ഇന്നത്തെ അനുമോൾ അപ്പാനി വിഷയമാണ് ഭയങ്കര രൂക്ഷമായി മാറിയത്. അതിനകത്ത് ബിൻസിയുടെ പേര് വലിച്ചിട്ട് അനുമോൾ ഒരു കാര്യം പറയുന്നുണ്ട്. ഇതേ സെയിം സാധനമാണ് ഷാനവാസും പറയുന്നത്. ഇതെന്തൊക്കെയോ കണക്ഷൻസ് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും. ഈ ബിൻസി കേസ് പിടിക്കുകയാണെങ്കിൽ ഷാനവാസിന് സുഖമായിട്ട് അപ്പാനിയെ വെട്ടാം. ഷാനവാസ് കയറി വരുവാണ്. ഇന്ന് ലാസ്റ്റ് എപ്പിസോഡിന്റെ ലാസ്റ്റ് ഒരു 3 മിനിറ്റ്, ഐ തിങ്ക് 4 മിനിറ്റ് സംതിങ്, അത്ര മാത്രമേ ഷാനവാസിന് കോണ്ടന്റ് വരുന്നുള്ളൂ. പക്ഷേ അതാണോ ഇന്നത്തെ നമ്മുടെ റിവ്യൂവിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്? അതായിരിക്കും ഹൈലൈറ്റ് ചെയ്യുന്നത്. എല്ലാം ആരിനി പറഞ്ഞു കഴിഞ്ഞാലും ഇന്നത്തെ ഹൈലൈറ്റ് ആ സാധനം തന്നെ. കാരണം അതുകൊണ്ട് അപ്പാനിയെ വെട്ടി വീഴ്ത്തി കളഞ്ഞു. സരികയും ഷാരികയുമായിട്ടുള്ള ഇഷ്യൂവിൽ എനിക്ക് എവിടെ തോന്നിയത്, സരിക ഈ പറഞ്ഞ ഷാരികയ്ക്ക് പറഞ്ഞ കേസിൽ അന്നേരം റിയാക്ട് ചെയ്യാതെ പിന്നീട് അത് കൊണ്ടുവന്ന് റിയാക്ട് ചെയ്തത് മോശമായി പോയി. രേണു ഇതിൻ്റെ നടുക്ക് നിന്ന് കളിക്കുന്നുമുണ്ട്. പിന്നെ അഭിലാഷ് ഭയങ്കര ഡൗൺ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പോസിറ്റിവിറ്റി ഉണ്ട്, പ്രതികരിക്കേണ്ട കാര്യങ്ങൾ മാത്രം പ്രതികരിക്കണം. പക്ഷെ ബിഗ് ബോസ് വീടാകുമ്പോൾ എല്ലാത്തിനും ഇടപെടണം. ബിഗ് ബോസിന് വേണ്ടത് വഴക്കാണ്, കണ്ടന്റാണ്. ബിഗ് ബോസ് വിളിച്ച് മോട്ടിവേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. അനീഷിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് അറിയത്തില്ല, അനീഷ് സൈഡായിപ്പോയി. ഇന്നത്തെ എപ്പിസോഡിൽ അനീഷ് എവിടെയായിരുന്നു? അനീഷ് ഇല്ല. അനീഷ് സൈഡിലേക്ക് മാറിപ്പോയി. നെവിൻ പെണ്ണുങ്ങളുടെ കൂടെ കറങ്ങി നടക്കുവാണ്, കൊഞ്ചിക്കുഴഞ്ഞ് നടക്കുവാണെന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ ഭയങ്കരമായ ഒരു മെയിൽ ഷോവനിസം കാർഡ് ഇറക്കാനായിട്ട് നോക്കുന്നുണ്ട്. പണ്ടത്തെ രീതികൾ മീൻസ് അവൻ ഒരു ഫെമിനിൻ ടച്ച് ആയതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ നടക്കുന്നു, അങ്ങനെ ഒരു സാധനം ഡയറക്റ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ പെടും. ഇൻഡയറക്ട്ലി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്? ഒരു ടാസ്ക് പോലും ഇല്ലാത്ത, ഒരു മോർണിംഗ് ടാസ്കോ, ഒരു സ്പോൺസർ ടാസ്കോ, ഡെയിലി ടാസ്കോ, വീക്ക്ലി ടാസ്കോ, പണിപ്പുര ടാസ്കോ ഒന്നുമില്ല. കണ്ടന്റ് ഉണ്ടായിരുന്നു. സത്യം പറയാനുള്ള നല്ല കണ്ടന്റ് ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി വൈസ് കണ്ടന്റ്. ഇന്ന് വന്ന സാധനം ഇതുവരെ ഈ സീസൺ 7 ഇത് 15ാമത്തെ ദിവസമാണ്. ഈ 14 ദിവസവും കിട്ടാത്ത ക്വാളിറ്റി, പിന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ബിഗ് ബോസ് ലെവൽ കണ്ടന്റുകളെല്ലാം ഇന്ന് കിട്ടി. റനയും അനുമോളുമായിട്ടുള്ള ഇഷ്യൂവും ഇന്നത്തെ എപ്പിസോഡിലെ ചർച്ചയാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്? ഫുൾ എപ്പിസോഡ് ബിഗ് ബോസ് സീസൺ 7 ഓഗസ്റ്റ് 18-ാം തീയതിയിലെ ഡേ 15-ലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും
റിവ്യൂസിനൊക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. ആദ്യം തന്നെ പറയുന്നു, എപ്പിസോഡ് കണ്ടിട്ടേ റിവ്യൂ കാണാവൂ. കാരണം ഇത് കഥ പറച്ചിലല്ല, അതിൻ്റെ റിവ്യൂ അനാലിസിസ് ആണ്. പാട്ട് പൊടി പാറണ തേരാണേ ആഘോഷത്തേരാണേ, അതാണ്. പിന്നെ രാവിലെ തന്നെ നെവിൻ ഒരു വിഷയം ഉണ്ടാക്കുന്നുണ്ട്. മോർണിംഗ് മുതലേ തുടങ്ങുന്ന വിഷയമാണ്. വിഷയം എന്താണെന്നുള്ളത് ഒന്നുകിൽ എപ്പിസോഡ് കണ്ടു നോക്കുക. എപ്പിസോഡിൽ കുറച്ചൊക്കെ ഉണ്ട്. ലൈവ് അപ്ഡേറ്റ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള റിക്വസ്റ്റ്, ഞാനിടുന്ന ലൈവ് അപ്ഡേറ്റ് നിങ്ങൾ കണ്ടു നോക്കുക. ലൈവിൽ എന്താണ് നടക്കുന്നത്, ഒരു മണിക്കൂർ 2 മണിക്കൂർ കൂടുമ്പോൾ ലൈവിൽ നടക്കുന്ന സംഭവങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ആ സാധനം നിങ്ങൾ വന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എപ്പിസോഡിലൂടെ കണ്ടാൽ വല്ല മനസ്സിലാവത്തുള്ളൂ. എപ്പിസോഡിൽ കുറേ കട്ടാണ്. നെവിൻ്റെ ഒരു ഓറഞ്ച് എടുക്കാൻ പോകുന്ന ഇഷ്യൂവിൽ നൂറ കയറി ഇടപെടുമ്പോഴത്തേക്കും നെവിൻ ട്രാക്ക് മാറ്റുന്നു. കോമഡി ട്രാക്ക് മാറ്റിയിട്ട് ഇനി ഞാൻ കുറച്ച് സീരിയസ് ആയാലേ കാര്യം നടക്കത്തുള്ളൂ, എൻ്റെ മോഷണവും വേലയൊന്നും ഇവിടെ നടക്കൂല എന്ന് മനസ്സിലാക്കിയിട്ട് നെവിൻ ഇന്ന് ഫുൾ ഓൺ ഫയർ ആണ്. എല്ലാവരെയും മണ്ടയ്ക്ക് കയറുന്നുണ്ട്, ആവശ്യം ഉണ്ടായിട്ടും ഇല്ലായിട്ടും ഒക്കെ. പക്ഷേ ഇത് നെവിന് സത്യം പറഞ്ഞാൽ നെഗറ്റീവ് ആവും. കാരണം ഇത് മണ്ടേ കയറാൻ പോയപ്പോൾ ഒന്നാമത് തെറ്റ് നെവിൻ്റെ ഭാഗത്താണ്. കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ കോമഡി ആയിട്ട് കണ്ട സാധനം ലാലേട്ടൻ വന്നപ്പോഴത്തേക്കും അത് സീരിയസ് മോഡാക്കി പ്രേക്ഷകരിലോട്ട് തിരിച്ചു വിട്ടു. അപ്പം നെവിൻ ഇപ്പോൾ കാണിക്കുന്നതൊക്കെ നെവിന് തന്നെ വിനയാവും. നെവിൻ പണ്ടത്തെ കോമഡി ക്യാരക്ടറിൽ കുറച്ചും കൂടി താഴത്തെ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ ആയിരിക്കും നല്ലതായിട്ടുണ്ടാവുക. പക്ഷെ ഇന്ന് ടെറർ ആയപ്പം കുറേ കമൻറ്റ് ബോക്സുകളിൽ വെറുപ്പീരി എന്ന് പറഞ്ഞ് വന്നു തുടങ്ങി. അത് നെവിന് തന്നെയായിരിക്കും ദോഷം ചെയ്യുക. അടുത്തൊരു ലവ് ട്രാക്കിൻ്റെ കാര്യം ആദില അനുമോളോട് ചോദിക്കുന്നുണ്ട്. ആര്യനുമായിട്ടുള്ള ലവ് ട്രാക്കാണ്. അങ്ങനെ ഒരു ലവ് ട്രാക്ക് ഒരു കാരണവശാലും ഫോം ചെയ്യാൻ യാതൊരുവിധ സാധ്യതയില്ല. കാരണം ലവ് ട്രാക്ക് ഫോം ചെയ്യണമെങ്കിൽ അത് ആര്യനും ജിസേലും കൂടെ വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ആര്യനെയും ജിസേലിനെയും പിടിച്ചതിലിട്ടിരിക്കുന്നത്. രണ്ടും ഹിന്ദിക്കാർ, ഹിന്ദി സംസാരിക്കുന്നവർ. അപ്പോൾ ആ ഒരു ലെവലിൽ അവരുടെ ഒരു കോംബോ വർക്കും ആവുന്നുണ്ട് അതിനകത്ത്. ദെൻ ഹോട്ട് സീറ്റ് സരികയെ ഹോട്ട് സീറ്റിൽ ഇരുത്തുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിൻ്റെ ഇടയിൽ വരുന്ന നിങ്ങളിവിടെ ലാസ്യ മനോഹര ശാലീന സൗന്ദര്യത്താൽ ഇവിടെ ഉള്ളവരെ മയക്കി നിൽക്കുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ആ സമയത്ത് സരിക ഭയങ്കരമായി ചിരിച്ച് തലേനൊക്കെ എടുത്ത് അടിച്ച് ഷാരിക, അപ്പാനി, അക്ബർ, സരിക, അപ്പാനി, അക്ബർ ഇവർ 3 പേരും കളിച്ച് ചിരിച്ച് നിന്നിട്ട് പിന്നീട് രേണു ഇതിനെപ്പറ്റി അന്നേരം എന്നെ ഇരുത്തി കുറെ പൊരിച്ചതാ ഷാരിക എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേരിൽ പിന്നീട് ഇതിനെ വഴക്കാക്കാനായിട്ട് സരിക വന്ന് ചോദിക്കുന്നു, എന്തിന് എൻ്റെ ദിലീപേട്ടൻ അങ്ങനെ എങ്ങനെ. അപ്പോൾ അവിടെ സരിക ഇന്ന് എനിക്കൊന്നും ഒന്നുമില്ലല്ലോ, ഞാനാണെങ്കിൽ നോമിനേഷൻ കഴിഞ്ഞിട്ടാ നോമിനേഷനിൽ വരികയും ചെയ്തു, എന്തെങ്കിലും വേണമല്ലോ എന്നുള്ള ഒരു രീതിക്ക് ചോദിക്കാമായിരുന്നു. സരികയ്ക്ക് ഈ ഹോട്ട് സീറ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഈസ് അനാവശ്യം, പ്യൂർലി അനാവശ്യം. ബട്ട് സരികയ്ക്ക് ചോദിക്കാമായിരുന്നു ഓൺ ദ സ്പോട്ടിൽ. അന്നേരം ഭയങ്കര കൂളായിട്ട് ചിരിച്ചു കളഞ്ഞ സാധനം പിന്നീട് 3-4 മണിക്കൂറിന് ശേഷം വന്ന് സരിക കുത്തിപ്പൊക്കുന്നു. അക്ബർ കൂടെ നിൽക്കുന്നു, അപ്പാനി കൂടെ നിൽക്കുന്നു. ഷാരികയാണ് അതിനകത്ത് വിക്ടിം. ശരിക്കും അതിനകത്ത് വിക്ടിം ഷാരികയാണ്. കാരണം ഷാരികയുടെ ഹോട്ട് സീറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഹോട്ട് സീറ്റിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് എല്ലാവരും. എനിക്ക് ഹോട്ട് സീറ്റ് അറിയില്ല, ഞാൻ ഹോട്ട് സീറ്റ് കണ്ടിട്ടില്ല. കലാഭവൻ സരികയാണ് ഈ പറയുന്നത്. അനീഷ് പറയും പോലെ, അനീഷാണല്ലോ പറയുന്നത് എനിക്ക് അനുമോളെ അറിയില്ല, ഈ വീട്ടിൽ വന്നിട്ടുള്ള 18 പേരെ എനിക്ക് അറിയില്ല എന്ന് പറയുന്ന കണക്ക് ഹോട്ട് സീറ്റ് അറിയില്ല ഒന്നുമില്ല. അപ്പോൾ അവിടെ സരികയുടെ ഒരു ഗെയിമാണ് കാണാനായിട്ട് പറ്റിയത്, കൊള്ളാം. എന്നാലും ആ ഒരു ഗെയിമിലേക്ക് ഇറങ്ങിയല്ലോ, സന്തോഷം. ദെൻ ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് അനുമോൾ റെന വഴക്ക്. അത് ആവശ്യമായിട്ട് എനിക്ക് തോന്നിയ സംഭവം, റെനയാണ് അവിടെ ഒരു ഇഷ്യൂ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യാം എന്ന് കരുതിക്കൊണ്ട്, കാരണം കോണ്ടന്റ് ഇല്ല, ഇനിയിപ്പോൾ തട്ടിക്കയറാൻ അനു ഉണ്ട്, എല്ലാവരും കയറുന്നുണ്ട്, അപ്പോൾ പിന്നെ ഞാനും കൂടെ കയറാന്നുള്ള അടുക്കളയിൽ വരുന്നു, ചൊറഞ്ഞ് പ്രശ്നമാക്കുന്നു. പക്ഷെ റെന പറയുന്ന സാധനങ്ങളിൽ ഒരു കഴമ്പും ഇല്ലാത്ത കാര്യമാണ്. അനു പറയുന്നത് വിഡ്ഢിത്തം, അത് നമുക്ക് ആലോചിപ്പോവാം. റെന പറയുന്നത് കഴമ്പില്ലാത്ത സാധനങ്ങളാണ്. മീൻസ് ഷോയിൽ വന്ന് നിൽക്കുന്നു, PR ആണെന്ന് പറയുന്നു, പിന്നെ ക്യൂട്ട്നെസ് തൂറിയിടുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ ഭയങ്കര മോശം സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഇപ്പോൾ PR എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും PR ആണ്. സത്യം ഈ പറയുന്ന റെന ഉൾപ്പെടെ ഇതിനകത്തുള്ള ഭൂരിഭാഗം 95% കണ്ടസ്റ്റൻസും PR തന്നെയാണ്. അത് ഒരാളെ മാത്രം പർട്ടിക്കുലർലി എടുത്ത് ചോദിച്ചതുകൊണ്ട് ഒന്നും അവിടെ നേടാൻ പോകുന്നില്ല. പക്ഷെ അവിടെ ഞാൻ വിചാരിച്ചു അനു അവിടെ പ്രതികരിക്കും, പക്ഷെ അനു അവിടെ പ്രതികരിച്ചില്ല. അനു മിണ്ടാ നിന്ന് അതിനങ്ങ് തള്ളിക്കളഞ്ഞു. അത് പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതെടുത്ത് റെന വലുതാക്കുക. അത് ഉള്ളതാണെങ്കിലും PR ഉള്ളവരും ഇല്ലാത്തവരും കൂടെ, അപ്പോൾ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും വീണ്ടും ആ വിഷയം വഷളാവും. അപ്പം അനു മിണ്ടാതെ അങ്ങ് നിന്ന് റെന പോയിട്ട്, പക്ഷെ റെന കുറേ ചൊറഞ്ഞ് അനുവിനെ മാക്സിമം പ്രൊവോക്ക് ചെയ്ത് അനുവിനെ പുറത്ത് എക്സ്പോസ് ചെയ്യിക്കാനായിട്ട്, അനുവിൻ്റെ ഇമോഷൻസ് എല്ലാം പുറത്ത് കൊണ്ടുവരാനായിട്ട് ഒത്തിരി നോക്കി. പക്ഷെ അനു കുറേയൊക്കെ ഈ പറയുന്ന പണ്ടത്തെ അനുവിൽ നിന്നും ഒത്തിരി ഒരു ചേഞ്ച് വരികയും ചെയ്തു. അതിനെ തിരിച്ച് റെനക്കെതിരെ പടച്ചു വിട്ട് അപ്പാനിയൊക്കെ കൂട്ട് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ദെൻ ആ വഴക്ക് റെനയുമായിട്ടുള്ള വഴക്ക് പോകുന്നു. പക്ഷെ അനുവിൻ്റെ കേസിൽ എനിക്ക് തോന്നുന്നൊരു സാധനം,
ഇപ്പം ഇവിടെ തുടക്കത്തിലൊന്നും അനു ആ സാധനം കാണിച്ചിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ വീക്കിൻ്റെ ഒരു പകുതി മുതൽ അനു ഗ്രഡ്ജ് വെക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് അനുവിന് ഭയങ്കര നെഗറ്റീവോ, മീൻസ് ആരുടെയെങ്കിലും കൂടെ വഴക്കിട്ടാലോ ശണ്ട പിടിച്ചാലോ ഒക്കെ അതിനുശേഷം പിന്നെ അവരുടെ അടുത്ത് ഒരു ഗ്രഡ്ജ്, ഒരു ദേഷ്യമുണ്ട്, വെറുപ്പുണ്ട്, അതങ്ങ് മാറ്റുക. ഗെയിം വൈസ് നിൽക്കുമ്പോൾ നമ്മൾ ഗ്രഡ്ജ് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കട്ട നെഗറ്റീവ് വരും. അപ്പോൾ ആ ഗ്രഡ്ജ് മാറ്റി, ഇപ്പം റെനെ അടുത്ത് ഇപ്പം ഗ്രഡ്ജാണ്, അപ്പാൻ്റെ അടുത്ത് ഗ്രഡ്ജാണ്, ജിസേലിൻ്റെ അടുത്ത് ഗ്രഡ്ജാണ്, ജിസേലിൻ്റെ അടുത്ത് ഒടുക്കത്തെ ഗ്രഡ്ജാണ്. അപ്പോൾ അത് അനു ഈ പറഞ്ഞ പോലെ അനുവിനെ പറഞ്ഞിട്ടായിരിക്കും, പക്ഷെ ആ സാധനം മാറ്റി നിർത്തിയാലേ നമുക്ക് എക്സിസ്റ്റൻസ് ബിഗ് ബോസിൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആയി പോകും. അതാണ് വിഷയം. ദെൻ രേണു, ഷാരിക, നെവിൻ, ഇവർക്ക് 3 പേർക്കും അക്ബർ ഇപ്പം എതിരാണ്. ഓൾറെഡി രേണുവിന് സെപ്റ്റി ടാങ്ക് വിളിച്ച കേസ് രേണു ക്ഷമിച്ചെങ്കിലും രേണുവിനെതിരാണ്. ഷാരികയ്ക്ക് നേരത്തെ ഉടക്കുണ്ടാക്കാൻ ഈ പറഞ്ഞ പോലെ സരികയുടെ കൂടെ വന്നതിൻ്റെ കളി. നെവിൻ ഇപ്പോൾ പെണ്ണുങ്ങളെ പിറകെ നടക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അക്ബർ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് അയാളെ കാണേ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പ് അക്ബറിനെതിരെ അതിനകത്ത് ഫോം ആവുന്നുണ്ട്. പിന്നീട് അഭിലാഷ്, അനുമോള്, നമ്മുടെ എന്താ പറയുക അക്ബർ, ഇവരെയൊക്കെ കൺഫഷൻ റൂമിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കളിക്കാൻ വന്നവരാണ്, കളിക്കണം, എന്താണ് വീട്ടുകാരുടെ അടുത്ത് പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അഭിലാഷിൻ്റെ അടുത്താണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. ഓഡീഷൻ സമയത്ത് നിങ്ങൾ കണ്ട പോലെ അല്ല, ഇപ്പോൾ ഒത്തിരി മാറ്റമുണ്ട്, സെറ്റ് ആവണമെന്നൊക്കെ പറഞ്ഞിട്ട് വിടുന്നു. അഭിലാഷിൻ്റെ ഗെയിമീസ് ആദ്യത്തെ 2 ആഴ്ച ഈസ് എന്താ പറയുക തുടക്കത്തിലൊന്ന് ഫയറായി, പിന്നെ അണഞ്ഞിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പ്രതികരിച്ച് തുടങ്ങി. പക്ഷെ എനിക്ക് ഇന്ന് തോന്നിയൊരു കാര്യം, വീട്ടുകാരുടെ ഫ്രണ്ടിലേക്ക് വരുന്നില്ല എങ്കിലും ഈ പറഞ്ഞ ഒനീല്, അഭിലാഷിനൊരു കംഫർട്ട് സോൺ ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയ അഭിലാഷിനൊരു കംഫർട്ട് സോൺ ഉണ്ട്. ആ കംഫർട്ട് സോണിൽ അഭിലാഷ് എല്ലാം പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. ശരിക്കും എനിക്ക് മനസ്സിലായ അഭിലാഷ്, ഒനീല്, അതുപോലെ തന്നെ അഭിലാഷ്, ഒനീല്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവർ പ്ലാനിങ്ങിലാണ്. മീൻസ് കറക്റ്റ് അക്ബറും അപ്പാനിയാണ് ടാർഗറ്റ്സ്. ഇവർക്കെതിരെ കറക്റ്റ് കൊട്ടാൻ വേണ്ടിയുള്ള തെളിവുകൾ ശേഖരിക്കുക, അല്ലെങ്കിൽ ഇവർ പറയുന്ന സാധനങ്ങൾ കളക്ട് ചെയ്ത് പോയിന്റുകളായി മനസ്സിൽ നോട്ട് ചെയ്യുക. ഈ പ്രിപ്പറേഷനിലാണ് അബിയും ഒനീലും. ഇത് നിങ്ങൾ എഴുതി വെച്ചോ, അബിയും ഒനീലും ഫയറാവും. അത് കേസ് അക്ബറും അപ്പാനിയും തന്നെ ആയിരിക്കും, അതിലൊരു മാറ്റം ഉണ്ടാവില്ല. മോസ്റ്റ് പ്രോബബ്ലി അപ്പാനിയുടെ മണ്ടയിൽ അത് ഇവർക്ക് പറയാൻ പോയിന്റ് വേണം. ഇപ്പോൾ പോയിന്റുകൾ ഓരോന്നായിട്ട് കളക്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇതൊരു അറ്റ് എ ടൈം എത്തുമ്പോൾ ഇത് ഈക്വൽ ആവുന്ന സമയത്ത് ഇത് റിയാക്ട് ചെയ്യും. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് അബി അതിനകത്ത് കണ്ടത് വെച്ചാൽ അബി റിയാക്ട് ചെയ്യാൻ നോക്കിയിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ അബിക്ക് അവിടെ എല്ലാവരും ഈക്വൽ ആയിക്കോട്ടെ, കളിച്ചോട്ടെ, ഓക്കെ ഫൈൻ, കുടുംബശ്രീ തിരിച്ചുവിടുക, ഈ സാധനങ്ങളൊക്കെ. അതിനാണ് എനിക്ക് തോന്നുന്ന സാധനം അതാണ്. കുറേ പേര് ചോദിച്ചിരുന്നു അബിയുടെ PR ആണോ എന്ന്. നിങ്ങൾ ഇനി PR എന്ന് പറഞ്ഞാലും എനിക്കൊന്നുമില്ല, കാരണം ഇനി ഞാൻ കേൾക്കാത്ത ചീത്തയുള്ളത്. പക്ഷേ ഇന്നിപ്പം ഷാനവാസിൻ്റെ PR ആയിരുന്നു മിനിങ്ങാന്ന് വരെ. ഇപ്പം അത് മാറി, കഴിഞ്ഞ ആഴ്ചക്ക് അനീഷിൻ്റെ ആയിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, ആയിക്കോട്ടെ. അടുത്ത് പിന്നീട് നമ്മുടെ അപ്പാനിയും അനുമോളും കൂടെ വെച്ച് കിച്ചണിൽ നടക്കുന്ന ഇഷ്യൂ ആണ്. അതിനകത്ത് പ്യുവർലി അനുമോളുടെ ഒരു ഗ്രഡ്ജ് പ്ലസ് കുറച്ച് വാസ്തവം രണ്ടും ഉണ്ട്. കാരണം കിച്ചണിൽ ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് കയറരുത് എന്നുള്ള റൂളും ഉണ്ട്. പ്ലസ് ഇത് കയറിയത് ഒന്നാമത് ജിസേലിന് വേണ്ടിയിട്ട് കൂടിയിട്ടാണ്. അപ്പോൾ പിന്നെ അനുമോൾ റൈസ് ആവുന്നു, വായി തോന്നൊക്കെ വിളിച്ച് പറയുന്നു. ബിൻസി പോകാൻ കാരണം അപ്പാനിയാണെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വരെയും അപ്പാനി അതിൽ ഇവളെന്തൊക്കെ പറയുന്നത് വഴക്കാവുന്നു, വൻ വഴക്ക്. അതിനകത്ത് അനുമോടെ കൈവിട്ട സാധനം പോകുന്നുണ്ട്, നല്ല ലെവലിൽ കൈവിട്ട് പോകുന്നുണ്ട്. ഗ്രഡ്ജ് ഞാൻ ഈ പറഞ്ഞ പോലെ ഗ്രഡ്ജ് കുറയ്ക്കുക. അനുമോള് പറഞ്ഞതിൽ സത്യം ഉണ്ടെങ്കിലും ബിൻസിയുടെ പേര് അതിനകത്ത് വലിച്ചിടുമ്പോൾ ഈ പറഞ്ഞ സത്യം ഫുൾ നെഗറ്റീവ് ആവും. അതാണ് അതിനകത്തൊരു സംഭവം വരുന്നത്. ഓക്കെ, പിന്നീട് അവരിത് പറഞ്ഞ് സോൾവ് ഒക്കെ ചെയ്യുന്നുണ്ട്. രാത്രിയിൽ നെവിനെതിരെയുള്ള വമ്പൻ പ്ലാനിങ് ആണ് ഈ പറയുന്ന അപ്പാനിയും അക്ബറും കൂടി. ഇവൻ പെണ്ണുങ്ങളുടെ പിറകെ നടക്കുന്നു എന്നൊരു സാധനം ക്രിയേറ്റ് ചെയ്ത് ഇയാൾ എങ്ങനെയെങ്കിലും പുറത്ത് പുകച്ച് ചാടിക്കണം. പ്ലാനിങ്. കെട്ടിപ്പിടി കേസാണ് മെയിൻ. ജിസേലിനെ കെട്ടിപ്പിടിക്കുന്നത് ഈ പറഞ്ഞ പയ്യന്മാർക്ക് പിടിക്കുന്നില്ല. അക്ബർ, അപ്പാനി, ആര്യൻ ഇവർക്കൊന്നും പിടിക്കാത്ത ഒരു ലെവലിലാണ്. ആര്യന് പിന്നെ ഓക്കെയാണ്, അക്ബറിനാണ് ഒട്ടും പറ്റാത്തത്. അപ്പം ഇവർ ആ ടോപ്പിക്കിനെ കുറിച്ചൊക്കെ ജിസേല് വേണ്ട, ഞാൻ ജിസേലിനോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് രാത്രിയാവുന്നു. ഷാനവാസ് വെളിയിൽ ഇരിക്കുന്നു, ആര്യനുണ്ട്, ഒനീലുണ്ട്, അബിയുണ്ട്, അഭിശ്രീ ഉണ്ട്. ഇവരൊക്കെ ഇരിക്കുന്ന സമയത്ത് അപ്പാനി അക്ബറോട് അങ്ങോട്ട് വരുന്നു. ജിസേലിൻ്റെ അടുത്ത് കാര്യം വളരെ വ്യക്തമായിട്ട് ഷാനവാസ് പറഞ്ഞുകൊണ്ടിരിക്കാൻ, ഇവർ എനിക്കെതിരെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്കെതിരെയാണ് ഇവർ കളിക്കുന്നത്. അപ്പോൾ അപ്പാനി വരുമ്പോൾ പറയുന്നു, എടാ നിന്റെ പല കാര്യങ്ങളും എനിക്കറിയാം, ഞാൻ മിണ്ടാത്തത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരാൾ നിൽക്കുന്നുണ്ടാണ്. ദാറ്റ് മീൻസ് ഉദ്ദേശിച്ചത് വൈഫിനെ ആയിരിക്കും. മീൻസ് എനിക്ക് തോന്നുന്നു ബിൻസിയുടെ എന്തോ ഒരു വിഷയമുണ്ട്. ശരത്തെന്ന് ഷാനവാസ് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അപ്പാനി ഒരക്ഷരം മിണ്ടുന്നില്ല, ഒരക്ഷരം ഈ കേസിനെതിർത്ത് പറഞ്ഞില്ല. കാരണം അപ്പാനിക്ക് അറിയാം എന്തോ ഒരു മിസ്റ്റേക്ക് ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. മിക്കവാറും
അത് നമ്മൾ കാണാതെ ബിഗ് ബോസ് മറച്ചതായിരിക്കും. ബിഗ് ബോസ് അതൊക്കെ സർവ്വസാധാരണം. ഓക്കെ, അപ്പം അപ്പാനിയുടെ ഒരു ഭയം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ എന്താ ചെയ്തത്, നീ നീ 1 അടിച്ചാൽ ഞാൻ 10 അടിക്കും നിനക്ക് തിരിച്ച് കേട്ടോ, അവിടെ നീ കളിക്കടാ, നിന്നെ ഞാൻ പൊളിച്ചു തരാം. പിന്നീട് ആര്യനെ കൂട്ടുപിടിച്ച് സോൾവ് ആവാൻ ആ മനുഷ്യൻ നിൽക്കുന്നില്ല, ജിസേലെ സോൾവ് ആവാൻ നിൽക്കുന്നില്ല അയാള് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അപ്പാനി ഇത് സോൾവ് ആക്കാനായിട്ടുള്ള ശ്രമം. അപ്പാനി പേടിച്ചു, നല്ല രീതിക്ക് പേടിച്ചു. അപ്പാനി പേടിക്കാൻ മാത്രമുള്ള വിഷയം എന്തോ ഉണ്ടായിട്ടുണ്ട്. ഇത് ഷാനവാസിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ദെൻ എപ്പിസോഡിന്റെ ലാസ്റ്റിൽ ഈ പറയുന്ന പോലെ ജിസേലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ജിസേലെ നിന്നെ അക്ബർ നോക്കുന്ന നോട്ടം ശരിയല്ല, മോശമായിയാണ് നിന്നെ നോക്കുന്നത്. അതെന്തായാലും അത് ഷാനവാസ് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട കാര്യമാണ്. മീൻസ് അങ്ങനെ പറഞ്ഞു. ഇത് അക്ബർ അറിഞ്ഞിട്ടില്ല, മിക്കവാറും നാളെ അറിയുമായിരിക്കും. ഒരു വമ്പൻ അടി പൊട്ടും അതിൻ്റെ പേരിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അപ്പാനിയുടെ കേസിൽ അടി പൊട്ടുന്നില്ല. ഷാനവാസ് ഈ ഡയലോഗുകൾ ഇത്രയും പറഞ്ഞിട്ടും അടി പൊട്ടുന്നില്ല. നിങ്ങൾ ഗെയിം കളിച്ചോ, അപ്പാനി പറയുന്ന സാധനം, നിങ്ങൾ ഗെയിം കളിച്ചോ, എന്തിനാ ഈ പറയണേ, അതൊക്കെ വെറുതെ കള്ളവാ. ദാറ്റ് മീൻസ് സംതിങ് ഈസ് ദയർ, എന്തോ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അത് നമുക്ക് ഇവരിനി എത്രയൊക്കെ ഇവരിനി ലൈവിൽ ഇതൊക്കെ കട്ട് ചെയ്തെന്ന് പറഞ്ഞാലും കാണിച്ചില്ല എന്ന് പറഞ്ഞാലും ഇവരെ വായിൽ നിന്ന് വരുന്ന സംസാരം ഇവർക്ക് തടയാൻ പറ്റുമോ? ഒരു മെയിൻ കണ്ടന്റ് ഇവർക്ക് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുമോ? പറ്റില്ല. നമുക്കത് കാണാം. ഓക്കെ, അപ്പം നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം, ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ഇതുപോലത്തെ റിവ്യൂസിനും അപ്ഡേറ്റ്സിനും വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ബൈ.